നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇതാണ് മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും തമ്മിലുള്ള വ്യത്യാസം. തൻ്റെ രാജ്യത്തിന് ആവശ്യമുള്ളപ്പോൾ മെസ്സി മികച്ച പ്രകടനം നടത്തുന്നു. പോർച്ചുഗീസ് മാധ്യമം എബോലയുടെ ഒരു ലേഖനത്തിൻ്റെ ടൈറ്റിലാണ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ റൊണാൾഡോ ആൻഡ് മെസ്സി വെൻ ദി കൺട്രി നീഡ്സ് മെസ്സി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തുടരുകയാണ്. ഇത് അവർ വിശദമായിട്ട് പറയുന്നൊരു കാര്യം, ഈ വേൾഡ് കപ്പിലെ മെസ്സിയുടെ മിന്നും പ്രകടനം, ക്രിസ്ത്യാനോക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയാതെ പോയിട്ട് അവരുടെ ടീം പുറത്തു പോയത്, ഇതിനൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ലേഖനം. ഇതിൽ പ്രധാനമായിട്ടും അവരെടുക്കുന്നത് മുൻ ഇംഗ്ലീഷ് താരമായിട്ടുള്ള ഗബ്രിയൽ അഗ്ബൻലോഹർ നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകളാണ്. അദ്ദേഹം ടോക്ക് സ്പോർട്സിൽ നടത്തിയിട്ടുള്ള വാക്കുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അവർ ഈ ലേഖനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. നമുക്കതിലേക്കൊന്ന് പോകാം. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നത് ഇതാണ് വ്യത്യാസം. ആളുകൾ മെസ്സിയെയും റൊണാൾഡോയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം ഇതാണ്. നമ്മൾ റൊണാൾഡോയെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്, ഇറ്റ്സ് അബൌട്ട് മെസ്സി. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏറ്റവും ക്വയറ്റായിട്ടുള്ളൊരു ഗെയിം എന്ന് നമുക്ക് തോന്നിയ മത്സരത്തിൽ പോലും സ്റ്റിൽ അദ്ദേഹം മെസ്സിയായിട്ട് അവതരിക്കും. അതായത് ഈജിപ്തിനെതിരെയുള്ള കളിയിൽ മെസ്സി അത്ര മികച്ചൊരു പ്രകടനമല്ല നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അവസാനത്തെ 79 മിനിറ്റിൻ്റെ ആ ഒരു ഘട്ടത്തിൽ 75 മിനിറ്റിന് ശേഷം മെസ്സി കളിച്ചൊരു കളിയുണ്ട്. അതാണ് പറയുന്നത്, മെസ്സിയുടെ നല്ല കളിയല്ല എന്ന് തോന്നുന്ന കളി പോലും അദ്ദേഹം പിന്നീട് മെസ്സിയായിട്ട് അങ്ങ് അവതരിക്കും. അതാണ് അഗ്ബൻലോഹർ പ്രധാനമായിട്ടും എടുത്ത് പറയുന്നത്. അദ്ദേഹം വളരെ ക്വയറ്റായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. പക്ഷേ രാജ്യത്തിന് അദ്ദേഹത്തെ ആവശ്യമുള്ള സമയത്ത് അദ്ദേഹം പെനാൽറ്റി മിസ് ചെയ്ത് നിങ്ങൾ മറക്കുക, ആരും പെനാൽറ്റി മിസ് ചെയ്യും. പക്ഷേ രാജ്യത്തിന് ആവശ്യമുള്ള സമയത്ത് അദ്ദേഹത്തിൽ നിന്ന് മികച്ച പ്രകടനം വരുന്നു. നോക്കുക, ഈ ഒരു ഗെയിമിൽ അദ്ദേഹം കാര്യങ്ങൾ മാറ്റിമറിച്ചു. അദ്ദേഹം ബോൾ എടുത്തു, എന്നിട്ട് അസിസ്റ്റ് കൊടുത്തു, എന്നിട്ട് അദ്ദേഹം തന്നെ സെക്കൻഡ് ഗോൾ നേടുന്നു. അങ്ങനെ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി അദ്ദേഹം ബോളിന് വേണ്ടി സ്ക്രീം ചെയ്യുകയും ബോൾ എടുക്കുകയും അദ്ദേഹം ക്രോസ് കൊടുക്കുകയും അദ്ദേഹം എതിരാളികൾ ബ്ലോക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു കാഴ്ച. അവസാന ഘട്ടത്തിൽ മെസ്സി സ്വയം കാര്യങ്ങൾ കയ്യിലെടുത്ത് കളിച്ച ആ സമയമുണ്ടല്ലോ, അത് സ്പീച്ച്ലെസ് ആണ്. CR7 സത്യം പറഞ്ഞാൽ ഈ കാര്യത്തിൽ ഫാർ അവേ ആണ്. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് നല്ല ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ കാണിക്കാൻ പറ്റും. അദ്ദേഹം ഈ കളി നിങ്ങൾ നോക്കുക, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കുറേ കളികൾ നിങ്ങൾ നോക്കിയാൽ, അൽ നസറിനടക്കം ഉള്ള പ്രകടനം ഒക്കെ നിങ്ങൾ നോക്കിയാൽ 0 ഡ്രിബിൾസ് ദി ലാസ്റ്റ് 9 ഗെയിംസ്. അദ്ദേഹം ബോൾ വേണ്ട വിധത്തിൽ ഹോൾഡ് ചെയ്യുന്നില്ല, അദ്ദേഹം ബോളിന് പിന്നാലെ ചേസ് ചെയ്യുന്നില്ല. നമ്മൾ പ്ലെയേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി വേണം നമ്മൾ സംസാരിക്കാൻ. ഇപ്പം നമ്മൾ ഹാലൻഡിനെ നോക്കുക. ഫോർ എക്സാമ്പിൾ, ഹി സ്റ്റിൽ റൺസ് ആൻഡ് ഓഫേഴ്സ് സംതിങ് ടു ദി ടീം. ഐ തിങ്ക് റൊണാൾഡോ പ്രോബബ്ലി അദ്ദേഹം എന്തായിരുന്നോ പഴയ ആ ഒരു ടൂർണമെൻറ്റിലൊക്കെ ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് വളരെ പുറകോട്ട് പോയിട്ടുണ്ട് ഈ 2024ലെയും 2026ലെയും ടൂർണമെൻറ്റുകളിൽ എന്നാണ് ഇപ്പോൾ അഗ്ബൻലോഹർ പറയുന്നത്. അതായത് 2024 യൂറോ കപ്പ് റൊണാൾഡോ ഗോളൊന്നും അടിച്ചിട്ടില്ലല്ലോ, അതും ഈ വേൾഡ് കപ്പും വെച്ച് നോക്കിയാൽ റൊണാൾഡോ ഒരുപാട് പുറകോട്ട് പോയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.